ഷാഫി പറമ്പില് മത്സരിച്ച സമയത്ത് വടകര എങ്ങനെയായിരുന്നു അതുപോലെയാണ് എന്നാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് തുടക്കം മുതൽ കിട്ടിയ ചിത്രം. അപ്പൊ എം സ്വരാജ് അല്ല ഇനി ആര് മത്സരിച്ചാലും ഈ റിസൾട്ടേ ഉണ്ടാവൂ. അതാണ് സത്യം. അതവിടെ CPM-കാരാണ് തീരുമാനിച്ചതാണ്. CPM-കാരെന്നല്ല. ഇതിനകത്തൊരു കാര്യം പ്രജിത നമ്മൾ മനസ്സിലാക്കുക, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഭരണവിരുദ്ധ വികാരം എന്നൊരു സാധനം ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. എങ്ങനെ വെള്ളത്തിൽ എണ്ണ ഇങ്ങനെ കിടക്കണ പോലെ ഭരണവിരുദ്ധ വികാരം അതൊരിക്കലും പോകില്ലല്ലോ, അതിങ്ങനെ കിടക്കുമല്ലോ ആ പാട, അതേപോലെ കിടക്കുന്നുണ്ട്. അത് മാറിപ്പോകാത്തിടത്തോളം കാലം ഇനി എത്ര, ഇപ്പൊ പ്രജിത ശ്രദ്ധിച്ചായിരുന്നു, എത്ര തവണയാണ് പിണറായി വിജയൻ അവിടെ പോയത്? 4 തവണ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് ഈ 11,000 വോട്ടിനെ ഇദ്ദേഹം ജയിച്ചോളെങ്കിൽ ആര് ഷൗക്കത്ത് 11,000 വോട്ട്, വെറും 11,000 വോട്ടാണ്. കാര്യം 2 ലക്ഷത്തി ചില്ലുവാനം വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ 25,000 വോട്ട് അൻവർ പിടിച്ചതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 36,000 വോട്ട്. 25,000 വോട്ട് പിടിച്ചല്ലോ. 20,000 വോട്ട്, 20,000 പ്ലസ് 11,000, 31,000 വോട്ട് കിട്ടിയനല്ലോ. അല്ലെ? ഈ 31,000 വോട്ട് സതീശന് കൈ കിട്ടേണ്ട സാധനം പോട്ടെ, എന്നാലും അവർ ചെയ്ത വർക്കിന്റെ ഫലമാണ് 11,000 എന്ന് പറയുന്നത്. ഈ 11,000 വോട്ട് കിട്ടിയത് അവരുടെ വർക്കിന്റെ ഫലമാണെങ്കിൽ ഇവിടെ പിണറായി വിജയൻ 4 തവണ പോയി കുടുംബ സദസ്സുകൾ ഉണ്ടാക്കാൻ നോക്കി, ഇവിടുത്തെ സാഹിത്യ കുതുകികൾ പോയി. ഇന്നലെ ബഹുമാനപ്പെട്ട ജയശങ്കർ സാർ പറഞ്ഞൊരു കാര്യം അറിയോ? ബഹുമാനപ്പെട്ട സ്വരാജെ, നിങ്ങൾക്കറിയില്ല, കേരളീയർക്കറിയില്ല, ഈ സാഹിത്യകാരെ പോലെ ഇത്രയും മനസ്സിൽ വിഷമുള്ള ഒരു ലോകത്ത് വേറെ ഇല്ലെന്ന്. അല്ലെങ്കിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഈ അവരെയൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കേണ്ട ആവശ്യം, സാഹിത്യകാരെ പോലെ മനസ്സിൽ ഇത്രയും വിഷമുള്ളവരെയൊക്കെ സ്വരാജല്ല ആരെങ്കിലും കൊണ്ടുവന്ന് തമ്മിലടിയാൻ അല്ല സംസാരിപ്പിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെന്ത് കറക്റ്റാണ് അദ്ദേഹം ചോദിച്ചത്? ഈ സാഹിത്യകാരന്മാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോട്ട് കൊടുക്കും.